എജുഹൗസ് അക്കാദമി. അപ്പോൾ നമ്മൾ രണ്ടുപേരും കുറച്ച് ഡൗട്ടിനുള്ള ആൻസർ റൈറ്റ് ആണ് വന്നിട്ടുള്ളത്. എന്തായാലും ഷിഫാൻ നമുക്ക് തുടങ്ങല്ലേ? തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഷിഫാനോട് ചോദിക്കാൻ പോവാണ്. ബോസന്റെ SLC+2 6 മാസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ശരിയാണോ? 6 മാസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുമോ? അതെ, 6 മാസം കൊണ്ട് നമുക്ക് ബോസയുടെ SSLC+2 നേടിയെടുക്കാം. നമ്മൾ ഈ 2 വർഷം 3 വർഷം കൊണ്ടൊക്കെ പഠിക്കുന്ന ഈ SSLC+2 നമുക്ക് 6 മാസം കൊണ്ട് ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ്റെ എക്സാമിലൂടെ നേടിയെടുക്കാം. നമുക്ക് നോർമലി ഒരു വർഷത്തിൽ 2 തവണയായിട്ടായിരിക്കും എക്സാം ഉണ്ടാവുക, മാർച്ചിലും ഒക്ടോബറിലും. അപ്പോൾ 6 മന്ത് ഡ്യൂറേഷനിൽ നമുക്ക് ഈ ബോസയുടെ എക്സാം 6 മാസത്തിനുള്ളിൽ നേടിയെടുക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നാണ്. അതായത് ഇപ്പോൾ ചിലപ്പോൾ മലയാളം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ ഹിന്ദി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ ഷിഫാന? നമുക്ക് ഈ ബോസയുടെ എക്സാമിൽ അങ്ങനെ യാതൊരുവിധ പ്രശ്നം വരുന്നില്ല. നമുക്കിത് കേന്ദ്ര സർക്കാരിൻ്റെ സിക്കിം ഗവൺമെൻറ് അണ്ടറിലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഹിന്ദിയിലെ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് തിരഞ്ഞെടുക്കാൻ പറ്റുമെന്ന്. നമുക്ക് ഈ ബോസയുടെ എക്സാമിൽ ഇതാ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഫോമാണിത്. നമുക്കിതിൽ ലാംഗ്വേജ് സബ്ജക്റ്റായിട്ട് ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു, സംസ്കൃത്, ഒഡീഷ, പഞ്ചാബി, കന്നഡ, മലയാളം, തമിഴ്, ഗുജറാത്തി, മറാത്തി, തെലുങ്ക്, ബംഗാളി അങ്ങനെ ഒട്ടനേകം നമുക്ക് സബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റിൽ ഫോട്ടോ ഉണ്ടാവും എന്നുള്ളതാണ്. ശരിക്കും സർട്ടിഫിക്കറ്റിൽ ഫോട്ടോ ഉണ്ടാവുമോ? ഇല്ല, നമുക്ക് ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ്റെ എക്സാം സർട്ടിഫിക്കറ്റിൽ ഫോട്ടോ വരുന്നില്ല. ഓക്കെ, ഇനി എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പലരും ചോദിക്കുന്നുണ്ട് എനിക്ക് 40 വയസ്സായി 50 വയസ്സായി ഈ പ്രായമുള്ളവർക്കൊക്കെ ഈ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, ഈ ബോർഡിൽ എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ളത്, അത് ശരിയാണോ? എല്ലാവർക്കും കൂടുതൽ പേർക്കുള്ള ഡൗട്ടാണിത്. ഇതിന് പ്രായപരിധി ഉണ്ടോ എന്ന്. നമുക്കിതിന് യാതൊരുവിധ പ്രായപരിധിയും ഇല്ല. കൗമാരക്കാർ മുതൽ വയസ്സായ ആൾക്കാർക്ക് വരെ ഈ എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് കിട്ടല്? പോസ്റ്റൽ വഴിയാണോ അതോ ഞങ്ങൾ ഇവിടെ വന്ന് വാങ്ങണോ? അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? വേണ്ട, നമുക്ക് എക്സാമും കാര്യങ്ങളും എല്ലാം ഓൺലൈനായിട്ടായിരിക്കും. നിങ്ങൾ വീട്ടിലിരുന്നാൽ മാത്രം മതി. നമുക്ക് ഓഫീസിലേക്ക് ഡയറക്റ്റാണ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് അയക്കുക. നമ്മൾ ഈ ഓഫീസിൽ തന്നെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പോസ്റ്റൽ വഴി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ആർക്കും ഉണ്ടാവില്ല. നമുക്ക് ഓൺലൈനായിട്ട് എക്സാം എഴുതിയിട്ട് വീട്ടിൽ സർട്ടിഫിക്കറ്റ് എത്തുന്നൊരു ഇതാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ്. ഓക്കെ, നമ്മളിനി കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം വീണ്ടും കാണാം വീഡിയോസ് ആയിട്ട്. ഓക്കെ, ബൈ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.